ഹലോ, ഇന്ന് ഒരു സൂപ്പർ ടേസ്റ്റി സേമിയ റെസിപ്പിയാണ്. സേമിയ കൊണ്ട് പായസം മാത്രമല്ല, നമുക്ക് ഒരു 4 മണി പലഹാരം കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കാഷ്യൂനട്ടും ആദ്യം കിസ്മിസും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു മുറി തേങ്ങ ചിരണ്ടിയതോടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വിളയിച്ചെടുക്കാവുന്നതാണ്. ആ നേന്ത്രപ്പഴവും തേങ്ങയൊക്കെ ഒന്ന് മിക്സായി എടുത്തതിന് ശേഷം നമുക്ക് ഒരു ബൗള് സേമിയ ഞാൻ എടുത്തിട്ടുണ്ട്. ആ സേമിയ ഇതേ പാനിലേക്ക് ഇതേ നെയ്യിലിട്ട് അല്പം വറുത്ത് കോരി എടുത്തതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ആ സേമിയ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ശർക്കരപ്പാനിയോടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് വിളയിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഏത്തപ്പഴവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയോടെ ചേർത്ത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേട്ടിനിലേക്ക് ഇത് മാറ്റി കൊടുക്കാവുന്നതാണ്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇത് സൈഡൊക്കെ ഒന്ന് അടർത്തി നമുക്ക് കേട്ടിനിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കേട്ടിനില്ല ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ചോറ്റും പാത്രത്തിലാണെങ്കിലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലത്തുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല സ്വീറ്റുമാണ്. അതുപോലെ തന്നെ ആ നെയ്യുടെയും അത് പായസത്തിൻ്റെയും എല്ലാം ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ വയറ് നിറച്ച് കഴിച്ചോളും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ടാറ്റാ, ബൈ ബൈ.